ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുകയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വേദി. ഇസ്രയേലിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിശേഷിക്കപ്പെടുന്ന നെസറ്റ് സാക്ഷ്യം വഹിച്ചത് മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു അപൂർവ കാഴ്ചയ്ക്കാണ്. ഒരു വിദേശ നേതാവ് സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ രാഷ്ട്രീയ വൈര്യം മറന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഒരുപോലെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു. ആരാണ് ആ നേതാവ്? മറ്റാരുമല്ല, 140 കോടി ഭാരതീയരുടെ കരുത്തുമായി ഇസ്രയേൽ മണ്ണിൽ ചുവടുറപ്പിച്ച് ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ട്രംപിനും അൻവർ സാദത്തിനും ശേഷം ഇസ്രയേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ലോക നേതാവ്. പക്ഷെ മോദിക്ക് അവിടെ ലഭിച്ച സ്വീകരണം ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്തതാണ്. എന്താണ് ഇസ്രയേലിൽ നടന്നത്? ഭാരതത്തിന്റെ ഈ പടയോട്ടം ലോകരാജ്യങ്ങളെ എങ്ങനെയൊക്കെയാണ് മാറ്റിമറിക്കുന്നത്? പരിശോധിക്കാം. ഇസ്രയേൽ എന്ന രാജ്യം രൂപീകൃതമായ ശേഷം അവിടെ സന്ദർശിക്കുന്നതും പാർലമെന്റിൽ പ്രസംഗിക്കുന്നതുമായ ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറി. വെറുമൊരു സന്ദർശനമായിരുന്നില്ല ഇത്. ഭാരതത്തിന്റെ വിദേശ നയത്തിൽ വന്ന വമ്പൻ മാറ്റങ്ങളുടെ വിളംബരമായിരുന്നു. നെസറ്റ് സ്പീക്കർ അമീർ ഒഹാന മോദിയെ വിശേഷിപ്പിച്ചത് ഇസ്രയേലിന്റെ ഏറ്റവും വിശ്വസ്തനായ സഖ്യകക്ഷി എന്നാണ്. അവിടെ വെച്ച് അദ്ദേഹത്തിന് സ്പീക്കർ ഓഫ് ദ നെസറ്റ് മെഡൽ നൽകി ആദരിച്ചു. ഈ ബഹുമതി നേടുന്ന ലോകത്തെ ആദ്യത്തെ വിദേശ നേതാവാണ് പ്രധാനമന്ത്രി. ഇത് മോദി എന്ന വ്യക്തിക്ക് കിട്ടിയ അംഗീകാരം മാത്രമല്ല, മറിച്ച് വളർന്നു വരുന്ന ഭാരതം എന്ന മഹാശക്തിക്ക് ലോകം നൽകുന്ന സല്യൂട്ട് കൂടിയാണ്. പ്രസംഗത്തിനിടയിൽ മോദി നടത്തിയ ഒരു പരാമർശം ഇസ്രയേൽ ജനതയുടെ ഉള്ളുലച്ചു. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ക്രൂരമായ ഭീകരാക്രമണത്തെ അദ്ദേഹം ശക്തമായി അപലപിച്ചു. ഹമാസിന്റെ ഈ കിരാത നടപടിയെ 26/11 മുംബൈ ഭീകരാക്രമണത്തോടാണ് അദ്ദേഹം ഉപമിച്ചത്. ഭീകരതയെ ന്യായീകരിക്കാൻ ഒന്നിനും കഴിയില്ല. സാധാരണക്കാരെ കൊല്ലുന്നതിന് ഒരു കാരണവും മതിയാകില്ല. മോദിയുടെ ഈ വാക്കുകൾ പാർലമെന്റിൽ മുഴങ്ങിയപ്പോൾ ഇസ്രായേൽ എംപിമാർ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയായിരുന്നു. ഭീകരതയുടെ ഇരകളായ 2 രാജ്യങ്ങൾ കൈകോർക്കുമ്പോൾ അത് ലോകത്തിലെ എല്ലാ ഭീകര ശക്തികൾക്കുമുള്ള ശക്തമായ മുന്നറിയിപ്പാണ്. ഭീകരതയോട് സീറോ ടോളറൻസ് എന്ന ഇന്ത്യയുടെ നയം അദ്ദേഹം അവിടെ ഉറപ്പിച്ചു പറഞ്ഞു. വെറുമൊരു ആധുനിക സഖ്യമല്ല ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ളതെന്ന് മോദി ലോകത്തെ ഓർമ്മിപ്പിച്ചു. 100-ലധികം വർഷങ്ങൾക്ക് മുമ്പ് 1-ാം ലോക മഹായുദ്ധകാലത്ത് 4000-ലധികം ഇന്ത്യൻ സൈനികർ ഇസ്രയേൽ മണ്ണിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ചരിത്രം അദ്ദേഹം വിവരിച്ചു. 1918-ലെ ഇതിഹാസ തുല്യമായ ഹൈഫ പോരാട്ടം സൈനിക ചരിത്രത്തിലെ സുവർണ അധ്യായമാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ളത് വെറും കച്ചവട ബന്ധമല്ല, മറിച്ച് രക്തം കൊണ്ടെഴുതിയ ബന്ധമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. ഈ വികാരം തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും സ്വാധീനിച്ചത്. മോദിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തത് സുഹൃത്തെന്നല്ല, മറിച്ച് സഹോദരൻ എന്നാണ്.